ദാനിയേൽ പ്രവചനം 7-ാം അധ്യായമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഞാനിന്ന് രാത്രി എൻ്റെ സബ്ജക്റ്റിന് ഒരു തലക്കെട്ട് കൊടുക്കുകയാണ്, ദൈവ സിംഹാസനം. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ഒന്ന് ശക്തമായി പറഞ്ഞാട്ടെ. ദൈവ സിംഹാസനം. ഇങ്ങനെ ഒരാൾ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ഈ ഗതികേടിന് ഈ ഒറ്റപ്പതടിപ്പാലത്തെ കയറിപ്പോയല്ലോ തമ്പുരാനെ എന്നുള്ള മട്ടിലുള്ള ഇരിപ്പാ. എന്നാൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, എനിക്ക് വേണ്ടി കാര്യം തീർക്കുന്ന ഒരു ജഡ്ജി ഇതിന് മുകളിൽ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്. അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിരുന്നാൽ പോരാ, ആത്മാവിൽ കർത്താവിൽ ഇന്ന് രാത്രി ആരാധന അർപ്പിക്കണം. എൻ്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എൻ്റെ അതിരൊരുത്തൻ മാറ്റിയാൽ, എന്നെ കയ്യേറ്റം ചെയ്യാൻ ഗൂഢാലോചന ചെയ്താൽ ഞാനിവിടെ പോലീസുകാരൻ്റെ അടുക്കൽ കൈക്കാശുമായി പോകില്ല. എൻ്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എനിക്ക് സംരക്ഷണത്തിൻ്റെ ഓർഡർ വരുമെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണെന്നും അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കയില്ലെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, എനിക്ക് വേണ്ടി കാര്യം തീർക്കുന്ന ഒരാൾ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്. അവൻ അറിയാതെ ഒന്നും ഇന്ന് രാത്രി സംഭവിക്കുകയില്ല. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനും ഇത് നിഴൽവിരിച്ചിരിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകുന്ന ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണണം. നിങ്ങൾ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് കൊണ്ട് നിങ്ങൾ കണ്ണുയർത്തി ഈ സിംഹാസനത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ നിങ്ങളെ ശ്രദ്ധയെ സിംഹാസനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രദ്ധിക്കണേ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, ദിവസങ്ങൾക്ക് പൂർവനായവൻ, യുഗങ്ങൾക്ക് അതീതനായ ഒരാൾ സിംഹാസനത്തിലിരുന്നു. അവൻ്റെ സിംഹാസനം അഗ്നിജ്വാല, അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയ്. ഒരഗ്നി നദി അവൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് മുകളിലോട്ട് നോക്കണം. ഇങ്ങനെ ഒരാൾ ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിന്റെ കാര്യം തീർക്കാൻ കഴിവുള്ളവൻ്റെ കരമാണ് ഈ രാത്രി നിന്റെ ജീവൻ്റെ പുറകിൽ ചലിക്കുന്നതെങ്കിൽ, ഏതൊക്കെ കരുക്കൾ നിനക്കെതിരെ കരുതി കൂട്ടി നീക്കിയാലും നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ആ കരം ഉയർന്നാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ നിന്ന് ആത്മാവിൽ അത് സിംഹാസനം ഒന്ന് കാണണം. സ്തോത്രം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് കൊണ്ടാ? സിംഹം അധികം ആസനം സമം സിംഹാസനം. ഇതാണ് മലയാള പദച്ഛേദനത്തിൽ സിംഹാസനത്തിൻ്റെ വിഭജനാർത്ഥം. നമുക്കറിയാം മലയാളത്തിന് ഒത്തിരി വിഭജനാർത്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിംഹാസനത്തിന് വിഭജനാർത്ഥം. സിംഹത്തിൻ്റെ മേൽ വയ്ക്കപ്പെട്ട ഇരിപ്പിടം. ഞാൻ ചോദിക്കട്ടെ, ഇത് ഏത് ഇരിപ്പിടമാണ്? സ്തോത്രം. ഇത് ഏത് ഇരിപ്പിടമാണ്? എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കവർ ന്യായാസനങ്ങൾ വെച്ചു, വയോധികനായ ഒരുത്തനിരുന്നു, അവൻ്റെ സിംഹാസനം അഗ്നിജ്വാല, അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയ്. അങ്ങനെയാണെങ്കിൽ തീ കൊണ്ട് തീർത്തൊരു സിംഹാസനം, തീ കൊണ്ട് പടുത്തൊരു സിംഹാസനം. ഏകാധിപത്യത്തിൻ്റെ മുൾമുനയിൽ നിന്ന് ലോകത്തെ കിടുകിട വിറപ്പിച്ച് ഭരിച്ച സിംഹപ്രതാപിയായ നെബൂഖദ്നേസറിൻ്റെയും നെബോണിരസിൻ്റെയും ബെൽസസറിൻ്റെയും എവിൽ മെരോദേക്കിൻ്റെയും സിംഹാസനങ്ങൾ ഇതെവിടെ? ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച റോമൻ സാമ്രാട്ടുക്കളുടെ സിംഹാസനങ്ങളും ചെങ്കോലും കിരീടവും ഇന്നെവിടെ? 208 വർഷം ലോകത്തെ ഭരിച്ച് മുടിച്ച് രക്തം കടിച്ചൂറ്റി ഭരിച്ച മേദ്യപാർസ്യൻ സൈന്യത്തിൻ്റെ സിംഹാസനവും ചെങ്കോലും കിരീടവും ഇന്നെവിടെ? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമേ, നിന്റെ സിംഹാസനവും ചെങ്കോലും കിരീടവും ഇന്നെവിടെ? ദൈവത്തിന് സ്തോത്രം. മഹാസമുദ്രത്തിന് നേരെ പടവാൾ വീശിയിട്ട് നീ വൻകരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെട്ടിപ്പിടിക്കുമായിരുന്നുവെന്ന് വീമ്പിളക്കിയ ഗ്രീസിലെ ദിഗ്വിജയിയായ അലക്സാണ്ടറെ, നിന്റെ സിംഹാസനവും കിരീടവും ഇന്ന് എവിടെ? എല്ലാം 6 അടി മണ്ണിൽ നീറി
രാത്രി ഒടുങ്ങി. അത് കൊടുങ്കാറ്റിൽ കരിയില പോലെ പറന്നു മാറി. എന്നാൽ ഇരുന്നതിന് ശേഷം ഇതുവരെ കസേര വിട്ടൊഴിയാതെ AJ ഹോളിൽ ഇത്രയും ദൈവമക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 2019 മെയ് മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലും ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാൾ ഈ പ്രപഞ്ച ചക്രവർത്തിയായിട്ടുണ്ട്. അവന്റെ കരത്തെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, അത് മറ്റാരുമല്ല, ഞാൻ ആരാധിക്കുന്ന എൻ്റെ അപ്പച്ചനാ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കുറെ കൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞാൽ ആരാ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? സ്തോത്രം. നമുക്കറിയാം 325 AD 318 പിതാക്കന്മാർ നിക്കിയിലെ ബിഥുനയിൽ വാദിച്ചും തർക്കിച്ചും രൂപപ്പെടുത്തിയ നിഖ്യ വിശ്വാസ പ്രമാണം. ക്രൈസ്തവ സഹോദരങ്ങൾ ഒരുപോലെ അംഗീകരിക്കുന്ന ആ നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യരായി പൊന്തിയോസ് പീലാത്തോസ് നാളുകൾ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ സമൂഹം ഏറ്റു ചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ കൃപ പ്രാപിച്ചവരാണ് ഇന്ന് രാത്രി ഇവിടെ കൂടി വന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ. നാം സേവിക്കുന്ന നാഥനെ നമ്മൾ വിശ്വസിക്കുകയല്ല, അവൻ മടങ്ങി വരുന്ന നമ്മൾ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ മുഖഭാവം കണ്ടാൽ അറിയാം, കാത്തിരിക്കുന്നവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം, കാത്തിരിക്കുന്നവരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ പാവം കണ്ടാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉദ്ദേശം തിരിച്ചറിയാൻ കഴിയും. ഇവിടെ വിശദീകരിക്കുന്ന വിഷയം നിങ്ങളുടെ മനസ്സിനെ അത്ര സ്പർശിക്കുന്ന വിഷയമാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ മാറ്റം ഉണ്ടാകും. അത് കേൾക്കുന്നയാളിൻ്റെ ഇരിപ്പ് സാധാരണഗതിയിൽ 90 ഡിഗ്രി ചരിയും, അവൻ്റെ ചെവി കൂർപ്പിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അവൻ്റെ കണ്ണിൻ്റെ ആകാംക്ഷ വർദ്ധിക്കും. വരവ് അടുത്ത് വരുന്നു എന്ന് കേൾക്കുമ്പോൾ കണ്ണിൻ്റെ ആകാംക്ഷ വർദ്ധിക്കുമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെടുമെന്ന ആശങ്കയുള്ളവനെ കൊണ്ട് പറ്റില്ല. ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങുന്ന ഉറക്കമുറിയിൽ എൻ്റെ നാഥൻ്റെ വരവിൻ്റെ സമയമാണ് രാത്രിയെങ്കിൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലാണെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ അകത്തൊരു ജ്വാല വ്യാപരിക്കും. ഈ രാത്രി അത് കത്തുന്ന ദൈവമക്കളുടെ മുഖഭാവം കണ്ടാൽ അറിയാം. എന്ന് രാത്രി ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വസ്തുവിനെ കുറിച്ച് ഇവിടെ ഒന്ന് വിശദീകരിക്കാന്നിരിക്കട്ടെ. ഉദാഹരണം, വാളംപുളിയെക്കുറിച്ച് അങ്ങ് പറയാം. വാളംപുളി അതിൻ്റെ തവിട്ട് കളറിലുള്ള തോട് പൊളിച്ചു മാറ്റി അതിനകത്തെ ആ ഹൽവയുടെ കളറിലുള്ള മാംസളമായ മാതളം അടർത്തിയെടുത്ത് ഉപ്പും മുളകും കൂടെയൊക്കെ ചേർത്തെന്ന് പറഞ്ഞുകൊണ്ട് 5-8 മിനിറ്റ് ഈ സ്റ്റേജിൽ നിന്ന് വാളംപുളിയെക്കുറിച്ചൊരു വിശദീകരണം നൽകിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ തന്നെ ചിലരുടെ നാക്കി എന്ന് ചുണ്ടേ മുട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ അകത്ത് താല്പര്യമുള്ള വിഷയം ഇവിടെ സ്പർശിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് കെമിക്കൽ ബാലൻസിങ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വരവ് അടുത്തെന്ന് വീണ്ടും ജനനം പ്രാപിച്ച് ചില ദൈവമക്കളുടെ മുൻപിൽ പറഞ്ഞാൽ രക്ഷാനിർണയം പ്രാപിക്കാതെ അഭിനയത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് ഈ വേഷം കെട്ടി നടക്കുന്നവർക്കൊന്നും ഇതിനോട് പ്രതികരിക്കാൻ പറ്റില്ല. എന്നാൽ നിഷ്കളങ്കതയോടെ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്. ഈ രാത്രി നാഥൻ വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ ഭാവചേഷ്ടയിൽ നിന്നറിയാം വരവിന് വേണ്ടി നീ ഒരുങ്ങിയിരിക്കുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണേ, ഈ സിംഹാസനത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ സിംഹാസനം അഗ്നിജ്വാല, അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയ്. ഒരഗ്നി നദി പതഞ്ഞ് നുരഞ്ഞ് അതിൻ്റെ മുൻപിൽ കൂടെ ഒഴുകുകയാണ്. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഇങ്ങനൊരു ന്യായാസനം ഉയരത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഇവിടെ കോടതിയുണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്.
ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ച് ഉണ്ട്. ഇവിടെ വിധിവിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിധിവിസ്താരമുണ്ട്. ഇവിടെ പ്രതിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ പ്രതിക്കൂടുണ്ട്. ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ സാക്ഷിക്കൂടുണ്ട്. ഇവിടെ തൊണ്ടി സാധനമുണ്ടെങ്കിൽ ഉയരത്തിൽ തൊണ്ടി സാധനമുണ്ട്. ഇവിടെ വിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിസ്താരമുണ്ട്. ഇവിടെ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ട്. ഇവിടെ നിയമഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഉയരത്തിൽ നിയമഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ വക്കീലുണ്ടെങ്കിൽ അവിടെ വക്കീലില്ല. മനസ്സിലായില്ലല്ലേ? തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും നടത്താൻ ഒരുത്തൻ തയ്യാറായാലും അവന് വേണ്ടി കാശ് കൊടുത്താൽ കീശയിലിട്ട് നന്നായി വാദിക്കാൻ ആളൂരന്മാരെ പോലുള്ള അഡ്വക്കേറ്റന്മാരെ ഇവിടെ കിട്ടും. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിനക്ക് വേണ്ടി വാദിക്കാൻ ഒറ്റ അഡ്വക്കേറ്റ് അവിടെ ഉണ്ടായിരിക്കുകയില്ല. സ്തോത്രം. ജഡ്ജിയുടെ മുൻപിൽ പ്രതി നിൽക്കുമ്പോൾ തന്നെ ജഡ്ജിയുടെ ഉള്ളിലെടുപ്പ്, അത് പ്രതിയുടെ അകത്തിരിക്കുന്നത് വായിച്ചറിയാൻ കഴിവുള്ള അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ജഡ്ജി സിംഹാസനത്തിലിരിക്കുന്ന ഒരു കോടതിയെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സ്വർഗത്തിന്റെ ജഡ്ജിയാണ്. അവനാണ് സിംഹാസനത്തിലിരിക്കുന്നത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാൻ മാത്രമല്ല വരേണ്ടത്, ആ കരം ഇന്ന് രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിംഹാസനത്തിൻ്റെ യഥാർത്ഥ ചിത്രം വെളിപ്പാട് പുസ്തകം 20:11 മുതൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞെങ്കിൽ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. കേട്ടോ, ഇത് അമ്മൂമ്മ കഥയല്ല, കോട്ടയം പുഷ്പരാജിൻ്റെ ഡിറ്റക്റ്റീവ് നോവലിലെ കൊട്ടേഷൻ അല്ല ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. തകഴിയുടെ കയറ് സാഹിത്യത്തിലെ ഭാവനയല്ല ഞാൻ ഈ രാത്രി വിശദീകരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഈ മനുഷ്യകുലം മുഴുവൻ ഒരു ദിവസം ആ കോടതിയുടെ മുൻപിൽ വന്നേ പറ്റൂ. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന്റെ അടുക്കൽ ദയാഹർജി കൊടുക്കാം. എൻ്റെ പൊന്നേമാനെ, സംഭവിച്ചു പോയേ, ഭാര്യയും പിള്ളേരും കൊണ്ടേ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ ഒരു വലിയ കത്ത് ഒപ്പിട്ട് കൊടുത്താൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടെന്നിരിക്കും. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു, ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. സുപ്രീം കോർട്ടിലും കേസ് കൊടുത്ത് തോറ്റു, പ്രസിഡന്റിന് അടുക്കൽ ദയാഹർജി കൊടുത്തു. അവിടെയും വിധി അങ്ങ് തള്ളിയാൽ പിന്നെന്തായിരിക്കും ഗതി? തൂക്കിലിടുക തന്നെ ഗതി. അങ്ങനെ തൂക്കിലിടാൻ അങ്ങ് വിധിച്ചെന്നിരിക്കട്ടെ. വിധി നടക്കുന്നതിൻ്റെ തലേ രാത്രി, നമുക്കറിയാമല്ലോ, വെളുപ്പാങ്കാലത്ത് 4 മണിയാകുമ്പോൾ കക്ഷിയെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് തയ്യാറാക്കി ഇഷ്ടഭക്ഷണമൊക്കെ കൊടുത്ത് തൂക്കുകയറിലേക്ക് നടത്തുന്ന ചില നടപടിക്രമങ്ങൾ ഇവിടെ അടുത്തുള്ള പൂജപ്പുര സെൻട്രൽ ജയിൽ മുതൽ ഉള്ള നടന്നിട്ടുള്ളതിനെ കുറിച്ചൊക്കെ ചരിത്രം നിങ്ങൾക്കറിയാം. നടപ്പിലാക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ ഈ പ്രതി കിടന്നുറങ്ങുന്ന സെല്ലിലേക്ക് ഒരു പോലീസുകാരൻ ശ്രദ്ധിച്ചപ്പോൾ വല്ലാതെ കിടക്കുന്നു. അകത്ത് കയറി പരിശോധിച്ചപ്പോൾ ചത്ത് കിടക്കുന്നു. അങ്ങനായാൽ എങ്ങനാകും വിധി? അങ്ങനായാൽ എങ്ങനാകും വിധി? വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധിയുടെ സ്വഭാവം എങ്ങനെ ഇരിക്കും? ഞാൻ ഇന്ന് രാത്രി പറയാം. വിധി നടപ്പിലാകുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ ഞാനൊരു വസ്തുത ഉറപ്പിച്ച് പറയട്ടെ, ഈ ജഡ്ജി ഈ സിംഹാസനത്തിൽ വരുന്നതിന് മുമ്പ് ഏതൊരു പ്രതി എങ്ങനൊക്കെ മരിച്ചാലും, കിണറ്റിച്ചാടി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തല വെച്ച് ചത്താലും, കെട്ടിത്തൂങ്ങി ചത്താലും, ചാകുന്നത് കൊണ്ട് വിധി മാറ്റിവെക്കാതെ ചത്ത് കിടക്കുന്നവനെ ഉയർത്തെഴുന്നേൽപ്പുന്ന പ്രക്രിയയിലൂടെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന സ്വർഗത്തിന്റെ ജഡ്ജിയാണ്. അത് മറ്റാരുമല്ല, ഈ രാത്രി നാം പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, അവൻ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആ സിംഹാസനത്തിലേക്ക് നോക്കണേ. ഈ സിംഹാസനം വെച്ചതിന് ശേഷം ആള് വന്നിരിക്കുകയല്ല. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വെളിപ്പാട് പുസ്തകം 20:11, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? കസേര വിട്ടൊഴിഞ്ഞ ഒരു കാലം ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ടെന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, അവൻ ഇല്ലാതിരുന്നൊരു കാലം ചരിത്രത്തിലുണ്ടായിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവപൈതരെ, നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നിനക്ക് വേണ്ടി നടപടിയെടുക്കാൻ കഴിവുള്ളവൻ്റെ കരം ഈ രാത്രിയും ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, അവൻ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്.
പിള്ളേരെല്ലാം കൂടെ വനത്തിൽ നിന്ന് കയറി വന്നപ്പോ ഒരു പൊതിക്കെട്ടുമായിട്ടാ വന്നേ. അപ്പാ, ഇത് അപ്പന്റെ മകന്റെ തന്നെയാണോ എന്ന് നോക്ക്. യാക്കോബ് മകൻ ജോസേഫിന്റെ വസ്ത്രം കണ്ടുകൊണ്ട് അലറിക്കരഞ്ഞു. ചങ്കോട് ചേർത്ത് പിടിച്ച ആ തുണിക്കഷണങ്ങളുമായി എൻ്റെ കുഞ്ഞിനെ ഒരു മൃഗം പറിച്ചു കീറി കളഞ്ഞെന്നും പറഞ്ഞ കരച്ചിൽ. സ്തോത്രം. ഇതൊരു കളിപ്പീരായിരുന്നു. എന്താ കളിപ്പീര്? വർഷങ്ങൾക്ക് പുറകിൽ അപ്പന്റെ കണ്ണ് കാണാതിരുന്ന കാലത്ത് വസ്ത്രം കാട്ടി നടത്തിയ ആ അഭിനയമില്ലേ, സർവശക്തന്റെ കരം കുറിച്ചു വെച്ചു. നിന്റെ കണ്ണ് കാണുമ്പോൾ തന്നെ നിന്റെ തലമുറ നിന്നെ തിരിച്ച് കളിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വിതയ്ക്കുന്നത് തന്നെ കൊയ്യത്തക്ക വിധം ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. നീ അളക്കുന്ന അളവിനാൽ നിനക്ക് തിരിച്ചളവ് കിട്ടും. നിങ്ങൾക്കറിയാമോ, ഒരു കർത്തൃദാസൻ കൊട്ടാരത്തിനകത്ത് കൂകുന്ന കുരയ്ക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ അലറുന്ന സാഹചര്യത്തിലായിരിക്കുമ്പോൾ ദാവീദ് അകത്തോട്ട് ചെന്ന് വീണ വായിക്കാൻ തുടങ്ങി. ഈ ഭ്രാന്തന്റെ മുൻപിൽ വീണ വായിക്കാൻ തുടങ്ങിയതോടുകൂടെ ഇയാൾ കുന്തം കയ്യിലോട്ട് തപ്പിയെടുത്തിട്ട് ഈ കർത്തൃദാസന്റെ ചങ്കിന് നേരെ ചാട്ടുളി പോലെ എറിഞ്ഞു. അകത്ത ദൈവഭൃത്യൻ ഒഴിഞ്ഞു മാറി. ഒരു ദൂതിന്ന് രാത്രി പറയാം, നീ അനുഭവിക്കുന്ന സർക്കിളിനകത്തെ ചില ആത്മീയ പോരാട്ടത്തിന്റെ കുന്തമീറിനകത്ത് നിൽക്കരുത്. ഒഴിഞ്ഞു മാറേണ്ടിടത്ത് ഒഴിഞ്ഞു മാറിക്കൊള്ളണം. നിനക്ക് വേണ്ടി നടപടിയെടുക്കാൻ ആ കരം സമയത്തുയരും. ആ കരത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങൾക്ക് ശേഷം ഗിൽബോവ പർവ്വതത്തിൽ നടക്കുന്ന പൊരിഞ്ഞ പോരാട്ടത്തിന് നടുവിൽ ഒരു അമാലിയക്കൻ ഓടി വരുന്നു. ദാവീദ് ചോദിച്ചു, നീ എവിടുത്തുകാരൻ? അമാലിയക്കൻ. എവിടെ നിന്ന് വരുന്നു? ഗിൽബോവ മേഖലയിൽ നിന്ന് വരുന്നു. ഞാൻ വരുമ്പോൾ ശൗൽ അവന്റെ കുന്തത്തിൽ കയറി നിൽക്കുന്നത് കണ്ടു. കുന്തം അവന്റെ ഉദരം തുളച്ചപ്പുറത്ത് കയറി കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആ രാത്രി ബേത്ശേമേർ നടന്നു വന്ന് ശൗലിന്റെ കഴുത്ത് വെട്ടി ഉടൽ കുന്തത്തോടുകൂടെ എടുത്ത് അവരുടെ ക്ഷേത്രത്തിന്റെ ചുവരിൽ തൂക്കി. ഇന്ന് രാത്രി ഇതിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭയത്തോടെ കാണണം. വർഷങ്ങൾക്ക് പുറകിൽ ഒരു കർത്തൃദാസന്റെ ചങ്ക് തുറക്കത്തക്ക വിധം വലിച്ചെറിഞ്ഞ കുന്തമില്ലേ, ആരും ഡേറ്റ് ഇട്ടില്ലെങ്കിലും സർവശക്തൻ അതിന്മേൽ ഡേറ്റ് ഇട്ട് വെച്ചിരുന്നു. സമയം അടുത്തപ്പോൾ അത് തിരിച്ച് അവന്റെ പള്ളയ്ക്ക് തന്നെ കയറത്തക്ക വിധം ആ കരം ചലിച്ചെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ ചുവരിൽ ഈ ബോഡി തൂങ്ങി നിൽക്കുമ്പോൾ ആ കരത്തിന്റെ പുറകിൽ വ്യാപരിച്ച ശക്തി ഏതാ? ആ കരം മറ്റൊന്നുമല്ല, ഇത് വിതയ്ക്കുന്നത് തന്നെ കൊയ്യാൻ വ്യാപരിപ്പിക്കുന്ന ശക്തിയാ. എരുബാൽ അബീമേലെക്കിന്റെ 70 പുത്രന്മാരെ ഒരു കല്ലിൽ വെച്ച് കൊന്നു. കല്ലും വാളുമായിരുന്നു കൊല്ലാൻ ഉപയോഗിച്ച മീഡിയം. ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണ ദിവസം അടുത്തപ്പോൾ ശത്രുക്കൾ മില്ലയോട് ചേർന്ന് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, ആ സമയം ഈ മനുഷ്യൻ മതിൽക്കെട്ടിനോട് ചേർന്ന് നിന്ന് യുദ്ധം നടത്തുകയാണ്. ഈ സമയം ഒരു സ്ത്രീ ഒരു തിരികല്ലിൻ പിള്ളയെടുത്ത് താഴേക്കിട്ടു. ആ തിരികല്ലിൻ പിള്ള ഇയാളുടെ തലയോട് തകർത്തു. ഉടനെ ഇയാൾ പറയുകയാണ്, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് വരാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, കല്ലും വാളുമാണ് വർഷങ്ങൾക്ക് പുറകിൽ 70 മക്കളുടെ കുലയ്ക്ക് കാരണമായത്. വർഷങ്ങൾക്ക് ശേഷം ഈ കല്ലും വാളും ഇയാളുടെ തലയിലേക്ക് തന്നെ തിരിച്ചു പറക്കാൻ കാര്യമെന്താ? ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നീതിയോടെ വിധിക്കുന്ന എൻ്റെ ദൈവം സ്വർഗത്തിൻ്റെ സിറ്റൗട്ടിൽ ചാരികസേരയിൽ ചാരിക്കടന്നുറങ്ങുന്ന പൊട്ടൻ മുതുക്കനല്ല. അവൻ്റെ കരം ഈ രാത്രിയും നീതിയോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ കരത്തെ തടയാൻ ആരെ കൊണ്ടും പറ്റില്ല. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, ഈ ദൂത് ഇന്ന് രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ രംഗം ആത്മാർത്ഥമായിട്ടൊന്ന് കണ്ടാട്ടെ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി. മരിച്ചവർ ആബാലവൃത്തം അവൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. മരിച്ചവർ ആബാലവൃത്തം. മണ്ണിൽ മരിച്ചു മൺമറഞ്ഞ സകലരും ഒരുപോലെ ആ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുകയാണ്. സ്തോത്രം. ഈ രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം തിരിച്ചറിയണം, ചിലരുടെ മുഖത്തോട്ടൊക്കെ നോക്കിയാൽ
അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നും പോവുകയാണെന്നുള്ള മട്ടിലായിരിപ്പ്. ഇടത്തും വലത്തും ഇരിക്കുന്നവർ പോക്കാം, മുന്നിലും പുറകിൽ ഇരിക്കുന്നവർ പോക്കാം, ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും. എത്ര നാൾ കാണും? വിസിറ്റിംഗ് വിസയിൽ റിട്ടേൺ ടിക്കറ്റിൽ വന്ന യാത്രക്കാരാണ് ഈ ഇരിക്കുന്നവർ മൊത്തം. മനസ്സിലായോ? വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾ കുവൈറ്റിലോ സൗദിയിലോ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? എമിഗ്രേഷൻ കൗണ്ടർ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പാസ്പോർട്ടിന്റെ പേജ് പിടിച്ച് തുറന്നു നോക്കണം. അതിനകത്ത് തിരിച്ചു കയറേണ്ട ഡേറ്റ് കുത്തിവിട്ടിട്ടുണ്ടാകും. അമ്മയുടെ വയറെന്ന എമിഗ്രേഷൻ കൗണ്ടർ കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോഴേ തിരിച്ചു കയറാനുള്ള ഡേറ്റും ദൈവം തമ്പുരാൻ കുത്തിവിട്ടിട്ടുണ്ട്. അത് കാണാൻ കണ്ണ് തുറക്കാത്തത് കൊണ്ടാ പലരും ഇന്ന് രാത്രി മൗനമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. കേട്ടോ, വാടക വീട്ടിൽ പാർക്കാനൊരു സമയമുണ്ടെങ്കിൽ വാടക വീട് വിടാനും ഒരു സമയമുണ്ട്. സ്തോത്രം, സ്തോത്രം. വണ്ടിയിൽ കയറാനൊരു സമയമുണ്ടെങ്കിൽ വണ്ടി വിട്ടിറങ്ങാനും ഒരു സമയമുണ്ട്. സ്തോത്രം. ഈ ഭൂമിയിൽ നീ അമ്മയുടെ ഉദരം വഴി വരാനൊരു സമയമുണ്ടെങ്കിൽ ഈ വീട് വിടാനും നിനക്കൊരു സമയമുണ്ട്. ഞാനൊരു കൊച്ചു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഈ സമയം ഇവിടെ ജീവിച്ചിരുന്നവരാരെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ എന്നെ ഒന്ന് കണ്ടച്ചേ പോവാവൂ. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഈ സമയം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് തൻ്റെ ഇടമുള്ള ഒറ്റ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ അത്യാവശ്യമായിട്ട് കാണണം. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഈ സമയം നമ്മളിൽ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഈ സമയം നമ്മളിൽ ആരും ഇവിടെ ഉണ്ടായിരിക്കുകയുമില്ല. സ്തോത്രം. കേട്ടോ, പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്കക്കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന നമ്മുടെ ജീവിതത്തിൽ രണ്ട് ഉപകരണങ്ങൾക്കിടയിലുള്ള ഇടവേള എത്ര ഉണ്ട്? തൊട്ടിലിനും പെട്ടിക്കുമിടയിൽ എത്ര ഇടവേളയുണ്ട്? 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ഏതൻ പർദീസ ഉണ്ടായിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, ഇനിയും യുഗങ്ങൾ മുഴുവൻ മുന്നേ കിടക്കുന്നു, സഹസ്രാബ്ദ വാഴ്ച തുടങ്ങാൻ പോകുക എന്നുള്ള മട്ടില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ എത്ര ദിവസമുണ്ട്? 40 കഴിഞ്ഞില്ലേ ഇതിനകത്തിരിക്കുന്നവരിൽ മിക്കവാറും എല്ലാത്തിനും, ഞാൻ ഉൾപ്പെടെ കഴിഞ്ഞു. അങ്ങനെയാണ് എത്ര ഉണ്ട്? ഒരു 14,000 ദിവസത്തിനുള്ളിൽ ശവസംസ്കാരം ശുശ്രൂഷ നടക്കേണ്ട ജീവച്ഛവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നവർ. സ്തോത്രം. കുറവായിരുന്നു. ഇച്ചിരി ബിപിയും ശകലം കൊളസ്ട്രോളും ഇച്ചിരി ഷുഗറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 10,000-3000 ദിവസത്തിനുള്ളിൽ അങ്ങ് ചെല്ലും. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എൻ്റെ പേർ വിളിച്ചാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന നന്മയ്ക്ക് വേണ്ടിയല്ല, പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വത്തെ ഓർത്താ ദൈവത്തെ ആരാധിക്കേണ്ടത്. കേട്ടോ, സ്തോത്രം ചെയ്ത് രാത്രി ശ്രദ്ധിക്കണേ. ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കണ്ണൊന്ന് അടഞ്ഞു പോയാൽ പാട്ട പോലെ പൊളിഞ്ഞ് മൂക്കി പഞ്ഞി വെച്ചടുത്ത മോർച്ചറിയിൽ ഇരുത്തുന്ന ഒരു പാട്ടവണ്ടി വാങ്ങിക്കാൻ കാശ് കൈ കിട്ടിയത് കൊണ്ടല്ല ഇന്ന് രാത്രി സ്തോത്രം പറയേണ്ടത്. ഇന്ന് ഇരുത്തി കുലുക്കിയാൽ പൊട്ടി വീഴുന്ന ഒരു സിമെന്റ് കൊട്ടാരം പണിയാൻ ദൈവം നിനക്ക് കാശ് തന്നത് കൊണ്ടല്ല ഇന്ന് രാത്രി നീ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കേണ്ടത്. നിയമം മാറിയാൽ അടുത്ത ഭണ്ണാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് വസ്തുവിന് ആധാരം എഴുതിക്കാൻ ദൈവ കൃപ തന്നത് കൊണ്ടല്ല ഇന്ന് രാത്രി ആരാധിക്കേണ്ടത്. ഇന്ന് രാത്രി എൻ്റെ ശ്വാസം തീർന്നാൽ എൻ്റെ നിത്യത എനിക്ക് ഉറപ്പാണെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നീ പ്രാപിച്ച നിത്യത ഓർത്താ ഇവിടെ ഇന്ന് കർത്താവിന് സ്തോത്രം ചെയ്യേണ്ടത്. ഗ്ലോറി, 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 ഗ്ലോറി. രക്തത്താൽ ജയം. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രത്തോടെ പറയാൻ കഴിയും, ആ ന്യായാസനത്തിന് മുൻപിൽ ഒരു ദിവസം ഞാൻ നിൽക്കുന്ന സമയം വരുന്നു. ന്യായാസനത്തിന് മുൻപിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. തേജോമയനായവൻ സിംഹാസനത്തിൽ. അവൻ്റെ സിംഹാസനം അഗ്നിജ്വാല, അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയ്. 1000 പേർ അവന് മുൻപിൽ നിന്നു. 10,000 പേർ അവൻ്റെ മുൻപാകെ വിസ്താരത്തിൽ നിൽക്കുന്നു. ഇങ്ങനൊരു ദിവസം വരുന്നുണ്ടെന്ന് ബോധ്യം എത്ര പേരെ ഭരിക്കുന്നുണ്ട്? സ്തോത്രം. യാഥാർത്ഥ്യ ബോധമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. സിസ്റ്റർ സിലു എന്ന് പറയുന്ന ഒരു മാന്യ സഹോദരി, കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്ന സഹോദരി, അവൾ ഡാളസിലുണ്ട്. ആ സഹോദരിയുടെ അനുഭവം അവൾ പറയുന്നു. പ്രസവാർത്ഥം കഴിഞ്ഞ ചില നാളുകൾക്കുള്ളിൽ അവളെ ഹോസ്പിറ്റലിലോട്ട് പ്രവേശിപ്പിച്ചു.
പ്രസവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവളുടെ മരണം സംഭവിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു കത്തി കത്തി കത്തി. ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഓപ്പറേഷന് വേണ്ടി ആഗ്രഹിച്ചു. ഈ സഹോദരിയെ ഓപ്പറേറ്റ് ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പോഴേക്കും ഹൃദയചലനം കുറഞ്ഞു, ശ്വാസകോശത്തിൻ്റെ മിടിപ്പ് താഴേക്ക്, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം താഴേക്ക്. പെട്ടെന്ന് വെന്റിലേറ്റർ കണക്ട് ചെയ്തു. ഡോക്ടേഴ്സ് വാതിക്കലിരിക്കുന്ന ജോൺസൺ എന്ന ഭർത്താവിനോട് പറഞ്ഞു, ജോൺസൺ, നിന്റെ ഭാര്യയുടെ മരണം വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്താൽ ഉറപ്പാകും. അതുകൊണ്ട് തന്നെ ചുമതലപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെ അറിയിച്ചു കൊള്ളുക. പാസ്റ്ററേയും വിശ്വാസികളെയും വിവരം അറിയിച്ചു. ദൈവമക്കൾ ഓടി ഹോസ്പിറ്റലിലെ പ്രയർ റൂമിലെത്തി. അവരവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങളുടെ സഹോദരിയുടെ ഡെഡ് ബോഡിയുമായി പോകാൻ ഇടയാകരുത്. ഞങ്ങളുടെ സഹോദരി കണ്ണ് തുറന്ന് കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന കാഴ്ച കാണാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. ഞാനൊരു ദൂത് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ സമയമാകുന്നതിന് മുൻപ് നിന്റെ ജീവന്റെ മേൽ കൈവെക്കാൻ ഇരുട്ടിന്റെ ശക്തികൾ ശ്രമിച്ചാൽ അവൻ്റെ കെട്ടിനെ അഴിച്ചു മാറ്റി ജീവനെ ബോഡിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ആത്മാക്കളുടെ മേൽ അധികാരമുള്ളവൻ്റെ കരം ഇന്ന് രാത്രിയും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഈ സഹോദരി രാവിലെ 6 മണിക്ക് ജീവനിലേക്ക് കണ്ണ് തുറന്നു. ഇനി ഈ സഹോദരിയുടെ അനുഭവത്തിൽ ഞാൻ പറയാം. അവൾ പറയാം, അവളുടെ സാക്ഷ്യം പറയാം. പ്രസവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവളുടെ കാലിൻ്റെ ഭാഗം മുതൽ കൊടും ശൈത്യം കയറി വരുന്നതായി സിലു പറയുന്നു. അത് മുകളിലേക്ക് ഇരച്ചിരച്ച് നെഞ്ചിൻ കൂടിൻ്റെ ഭാഗത്തെത്തിയപ്പോഴേക്കും ശരീരത്തിനകത്തുനിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപം പുറത്തിറങ്ങി. അവൾ പറയുന്നു, എൻ്റെ ബാഹ്യ രൂപത്തിന് തുല്യമായിരുന്നു അപ്രകൃതം. എൻ്റെ ബോഡി താഴെ ബെഡിൽ കിടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അപ്പോഴേക്കും ഞാൻ യാത്രയായി. ഞാൻ ഒരു വിശാല പ്രതലത്തിലെത്തി. അവൾ പറയുന്നു, ബൈബിൾ മാത്രം വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു സ്വർണ്ണ കവാടത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ വെള്ളിച്ചിറകുള്ളൊരു വലിയ മാലാഖ ആ കവാടത്തിന് കാവൽ നിൽപ്പുണ്ട്. ആ കവാടം അല്പം തുറന്നിട്ടുണ്ട്. അതിനകത്തെ രംഗങ്ങൾ വിശദീകരിക്കാൻ എൻ്റെ വാക്കുകൾക്ക് ശക്തിയില്ല. സ്വർഗീയ സന്തോഷം അലയടിച്ചുയരുന്ന അതിനകത്തേക്കുള്ള പ്രവേശനം കൊതിച്ചുകൊണ്ട് എന്നെ ആരും തിരിച്ചു വിളിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ വാതിക്കലേക്ക് അടുത്തപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഭൂമിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു, നിന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും നിന്റെ സഭയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, മടങ്ങിപ്പോകൂ. ആ കൽപ്പന പുറപ്പെട്ടതും ഞാൻ വെന്റിലേറ്ററിൽ പ്രവേശിക്കുന്ന ബോഡിയിൽ പ്രവേശിച്ചത് ഒരുപോലായിരുന്നു. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ അടിവരയിട്ട് പറയാം, 6 അടി മണ്ണിൽ നീരിത്തീരുന്ന മാംസത്തുണ്ടുകളല്ല ഇവിടെ ഇരിക്കുന്നത്. കേവലം മണ്ണിൽ തീരുന്ന ഇരുകാലി മൃഗങ്ങളോ രാഷ്ട്രീയ ജന്തുക്കളോ അല്ല ഇന്ന് രാത്രി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കേവലം മാംസപുഷ്ടിയുള്ള മൃഗങ്ങളല്ല, രാഷ്ട്രീയ തിരിയക്കുകളല്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ അധിവസിക്കുന്ന ആത്മാവുണ്ട്. കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങിയാൽ, പേർ വിളിച്ചാൽ നിത്യതയിൽ എത്തിച്ചേർന്ന ആത്മാക്കളുടെ ഉടമസ്ഥരാണ് ഇവിടെ നിന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ രംഗം ശ്രദ്ധിക്കണം. ന്യായവിധി നടക്കാൻ തുടങ്ങുന്നു. ന്യായവിധിയുടെ സമയം എന്തായിരിക്കും സംഭവം? ശ്രദ്ധിച്ച് കേൾക്കണേ. വാക്യം, സിംഹാസനത്തിന് മുൻപിലേക്ക് കക്ഷി ആനയിക്കപ്പെട്ടിരിക്കുന്നു. സാക്ഷികളെ വിളിപ്പാൻ തുടങ്ങുകയാണ്. സാക്ഷി വായിച്ചാട്ടെ. ഏതൊക്കെ സാക്ഷികളായിരിക്കും വിസ്താരത്തിന്റെ രംഗത്ത് വരാൻ തുടങ്ങുന്നത്? റോമാലേഖനം 2:15 വാക്യം പെട്ടെന്ന് വായിക്കണം. റോമർ 2:15 വേഗം വായിച്ചാട്ടെ. റോമർ 2:15 ദൈവദാസനെ പെട്ടെന്ന് വായിച്ചാട്ടെ. അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ടും. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. അവരുടെ വിചാരങ്ങൾ കൂടെ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട്. അപ്പോൾ ഒന്നാമത്തെ സാക്ഷി മനസാക്ഷി, രണ്ടാമത്തെ സാക്ഷി വിചാരം. 50-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് ഞാൻ മേലിൽ നിന്ന് ആകാശത്തെയും താഴെ നിന്ന് ഭൂമിയെയും വിളിക്കുന്നു. മുകളിൽ നിന്ന് ആകാശം, താഴെ നിന്ന് ഭൂമി. ദൈവത്തിൻ്റെ ന്യായവിധി ദിവസം ഭിത്തിയിൽ ഉയർന്നു നിൽക്കുന്ന കല്ലുകളും മുകളിലെ മരപ്പണിയും ഉത്തരം പറയുമെന്ന് ഹബക്കൂക്കിന്റെ പ്രവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ മേൽക്കൂരയുടെ തടിക്കഷണങ്ങൾ, ഭിത്തിയിലെ കരിങ്കല്ല്, സാക്ഷ്യത്തിന് രംഗത്ത് വരിക. സർവശക്തൻ വിസ്താരം തുടങ്ങാൻ തുടങ്ങുന്നു. നമുക്കറിയാം, ഓഫീസിലൊക്കെ, ജഡ്ജിമാരുടെ ഓഫീസിലൊക്കെ പേർ വിളിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് സർ, പ്രസന്റ് സർ എന്ന് പറഞ്ഞുകൊണ്ട് കക്ഷികൾ രംഗത്ത് വരാറുണ്ട്. ഇതുപോലെ
വിസ്താരം നടക്കാൻ തുടങ്ങുമ്പോൾ മനസാക്ഷി പ്രസൻസ്, വിചാരം പ്രസൻസ്, ആകാശം പ്രസൻസ്, ഭൂമി പ്രസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വിസ്താരം നടക്കുമ്പോൾ കുറ്റം തെളിയിച്ച് തീപ്പൊയ്കയിൽ തള്ളുന്ന ആ ദുരന്ത ദിനത്തിൽ നിന്നും കുഞ്ഞാടിന്റെ ചോര കൊണ്ട് വിടുതൽ പ്രാപിച്ച ദൈവമക്കളാ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നതെങ്കിൽ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി. ഒരു നിമിഷം കർത്തൃസ്ഥലം എഴുന്നേറ്റി എല്ലാ പ്രിയപ്പെട്ടവരുടെയും കണ്ണുകൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയരട്ടെ. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് അത് കോടതിയുടെ സാക്ഷികൾ, കോടതിയുടെ തൊണ്ടി സാധനം, കോടതിയുടെ വിസ്താരം, ജഡ്ജിമെന്റ് സീറ്റ്, വിധി, പരിണിത ഫലം, ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സമയപരിമിതി ഉണ്ടല്ലോ. ആ കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കുഞ്ഞെ, ഇത് സങ്കല്പമല്ല, ഇത് ഭാവനയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ ജുഡീഷ്യറിയുടെ മുൻപിൽ, സർവശക്തന്റെ കോടതിക്ക് മുൻപിൽ നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു, ഞാൻ നിന്നെ പോലെയുള്ളവൻ എന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ രണ്ട് കണ്ണുകളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കാട്ടെ. എത്രത്തോളം ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് സംസാരിക്കാമോ അത്രത്തോളം ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് സംസാരിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിന് മീത സ്വർഗം തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തുക. 200 മൈൽ ചുറ്റളവിൽ അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ് പിടയുന്ന യഹൂദൻ അവന്റെ മുറിവുകളിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് അങ്ങ് ദൂരെ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ നോട്ടത്തിലൂടെ ദൈവശക്തി വ്യാപരിച്ച് അവന്റെ സിരകളിൽ ജീവനായി മാറിയിട്ട് അവന്റെ സിരകളിൽ ഒഴുകുന്ന പാമ്പിന്റെ വിഷം അഴിഞ്ഞു മാറി അവർ കാലൂന്നി എഴുന്നേൽക്കുന്ന സത്യമാണെങ്കിൽ ഈ രാത്രി ആത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇവിടെ ഉയരുന്ന ക്രൂശിന്റെ വചനം നിന്റെ കണ്ണുകൾ ക്രൂശിലേക്ക് ഉയർത്തിയാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ന്യായവിധിയെ മാറ്റി നിനക്ക് നിത്യജീവൻ പകരാൻ ഈ ക്രൂശിന് ഇന്ന് രാത്രിയും ശക്തിയുണ്ട്.